നമ്മുടെ സമീപനങ്ങൾ സത്യവും സ്നേഹവും നിസ്വാർത്ഥവുമാകണം. വചനം ശ്രവിച്ച് വചനത്തോടൊപ്പം യാത്ര ചെയ്യുന്ന വചനയാത്രയിലെ പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം ഓരോരുത്തരെയും സമീപിക്കുന്നത് എങ്ങനെയാണ്? കളിയാക്കാനും കുറ്റപ്പെടുത്താനും തരം താഴ്ത്താനും പകരം വീട്ടാനും ജഡികമോഹങ്ങൾക്കും സ്ഥാനമാനങ്ങൾക്കും അടിച്ചമർത്താനും പരീക്ഷിക്കാനും ലൈക്കിനും ഷെയറിനും ഒക്കെയാണ് ഇന്ന് പലരെയും സമീപിച്ചു കൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അവരവരുടെ ആവശ്യങ്ങൾക്കായി ഓരോരുത്തരും പരസ്പരം സമീപിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ സമീപനങ്ങൾ നല്ലതാണെങ്കിൽ നമ്മുടെ സമീപനങ്ങളിൽ നന്മയുണ്ടെന്നർത്ഥം. നമ്മുടെ സമീപനങ്ങൾ ദുരുദ്ദേശമുള്ളതെങ്കിൽ നമ്മുടെ സമീപനത്തിൽ തിന്മയുണ്ട് എന്നർത്ഥം. ഇന്നത്തെ സുവിശേഷത്തിൽ ഒരു കൂട്ടം ഫരിസേയർ യേശുവിനെ സമീപിക്കുന്നതായി നമ്മൾ കാണുന്നു. അവരുടെ സമീപനം ദുരുദ്ദേശത്തോടുകൂടെയുള്ള സമീപനമാണ്. വചനം പറയുന്നു, യേശു സദുക്കായരെ വാക്കുമുട്ടിച്ചെന്ന് കേട്ടപ്പോൾ ഫരിസേയർ ഒന്നിച്ചുകൂടി. അവരിൽ നിയമപണ്ഡിതൻ അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു. യേശുവിനെ പരീക്ഷിക്കുക എന്നതായിരുന്നു അവരുടെ സമീപനത്തിൻ്റെ ഉദ്ദേശം. മറ്റു വാക്കുകൾ പറഞ്ഞാൽ യേശുവിനെ കൊടുക്കാനുള്ള അല്ലെങ്കിൽ അപമാനിക്കാനുള്ള ഒരു സമീപനം. ഇവരുടെ സമീപനത്തിൻ്റെ ഉള്ളിൽ അഹങ്കാരവും അസൂയയും അധികാരവുമാണ് നിറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമീപനങ്ങൾ എപ്രകാരമുള്ളതാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. എൻ്റെ സമീപനങ്ങൾ അംഗീകാരങ്ങൾക്ക് വേണ്ടിയുള്ളതാണോ? എൻ്റെ സമീപനങ്ങൾ മറ്റുള്ളവരുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിയുള്ളതാണോ? എൻ്റെ സമീപനങ്ങൾ അവനെ അല്ലെങ്കിൽ അവളെ തച്ചുടയ്ക്കാനുള്ളതാണോ? എൻ്റെ സമീപനങ്ങൾ അവസരങ്ങൾക്കായും സ്വാർത്ഥതയ്ക്കും വേണ്ടിയാണോ? സക്കേവൂസ് സ്നേഹത്തോടെ യേശുവിനെ സമീപിച്ചു. അവൻ്റെ ജീവിതം മാറി. അവൻ പൂർണ്ണ മനുഷ്യനായി. മഗ്ദലന മറിയം കാരുണ്യത്തോടെ സമീപിച്ചു. അവൾക്ക് കരുണ ലഭിച്ചു. രക്തസ്രാവക്കാരിയായ സ്ത്രീ വിശ്വാസത്തോടെ സമീപിച്ചു. അവൾക്ക് സൗഖ്യം ലഭിച്ചു. ഇന്ന് വചനത്തിലൂടെ യേശു നമ്മെ പഠിപ്പിക്കുന്നു, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കുന്ന സമീപനമായിരിക്കണം നമ്മുടെ സമീപനങ്ങൾ. അത് ദൈവത്തോടും മനുഷ്യരോടും നമ്മുടെ സമീപനങ്ങൾ നന്മയുള്ളതായി മാറട്ടെ. ആമേൻ.